ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്സസറീസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, എനിക്ക് എത്ര രൂപ റേറ്റിനാണിത് കിട്ടിയിട്ടുള്ളതെന്നും ഒക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് വിലയിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കളുണ്ടല്ലോ, ഇത് ഒരു പീസിന് 2 രൂപ വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഞാനിതിൻ്റെ 20 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. എന്നാലും നമുക്ക് ഒരു ഹെയർ ബോയിൽ നമുക്കിത് ചെയ്യണമെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ വേണ്ടി വരുമായിരിക്കും, എന്നാലും ഇത് കവർ ചെയ്യുള്ളൂ. അപ്പം ബാക്കി ലേസോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഹെയർ ബോ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റിൽ നമുക്ക് വിൽക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 ഷെയ്ഡിലുള്ള ക്ലിപ്പുകളാണ് കേട്ടോ, ഹെയർ ക്ലിപ്പുകളാണ്. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്, ഇതിൽ നിന്നും കുറച്ചുകൂടി വലിപ്പം കുറവാണ് മറ്റതിന് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത് 150 രൂപയാണ്. ഒരു കവറിൽ 50 രൂപ, 50 പീസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 150 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഇതിൻ്റെ ഗോൾഡൻ ഷെയ്ഡിലുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു കവറിൽ നമുക്ക് 125 രൂപ റേറ്റിലാണ് നമുക്ക് കിട്ടിയത്. ഇത് ഹെയർ ആക്സസറിയൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ കിട്ടുന്ന ഇതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇതിൽ 50 എണ്ണമാണ് ഒരു കവറിൽ വരുന്നത്. പിന്നെ പലതരത്തിലുള്ള പല സൈസിലുള്ള ഗോൾഡൻ ബീഡ്സാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം പല സൈസിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ചെറുതും വലുതും എല്ലാം. നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് അവർ തരുന്നത്. ഇത് നമുക്കൊരു റെയർ പീസാണ്. അപ്പം ഇത് വെച്ച് ഹെയർ ആക്സസറി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ റേറ്റ് 1/2 മീറ്ററിനെങ്ങാണ്ട് നമുക്ക് 50 രൂപ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ, അതുകൊണ്ട് 2-3 എണ്ണമൊക്കെ ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നേരത്തെ കാണിച്ച ബീഡിൻ്റെ കുറച്ചുകൂടി ചെറുതാണിത് കേട്ടോ. അപ്പോൾ ഗോൾഡൻ ബീഡ് തന്നെയാണ് ഞാൻ 2-3 എണ്ണം വാങ്ങിയിട്ടുള്ളത്. എല്ലാം 30 രൂപ റേറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ചുകൂടി ചെറുതാണ് ഇത്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അതിൻ്റെ ബാക്കിൽ കാണുന്നതും കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ. 20 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. എല്ലാം നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. ഇത് സ്റ്റോണാണ്, അത്യാവശ്യം നല്ല തിളക്കമുള്ള ടൈപ്പ് സ്റ്റോണാണ്. അപ്പം ഹെയർ ആക്സസറിയിലൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് ഭംഗിയായിട്ടിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഇത് കുറച്ച് ബ്ലറായിട്ട് തോന്നുന്നുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തില്ല. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കുമ്പം നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാവുമായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് കുറച്ച് നല്ലതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ തിളക്കം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാം പെർ ഗ്രാമിന് 30 രൂപ, 20 രൂപ അങ്ങനെയാണ് വരുന്നത്. ഗ്രാം അനുസരിച്ചാണ് അവർ തരുന്നത്. അതിൽ കുറച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ. ഹോൾസെയിൽ വിലയിൽ നിന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ വേറെ കടയിലൊന്നും അങ്ങനെ പോയി ചോദിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ആ ഒരു കട മാത്രമേ ആകെ അറിയൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ കടയിലൊന്നും പോയിട്ടില്ല. ഞാനിത് വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ MK ഫാബ്രിക്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബാലാജിയുടെ പുറകിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ശക്തി എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ, ഇവിടുത്തെ റേറ്റൊക്കെ എങ്ങനെയാണ്, അഫോർഡബിൾ ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ എവിടെയെങ്കിലും ഇതിലും കുറച്ച് കിട്ടുമെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ക്ലോത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് പൂവാണ് കേട്ടോ. ഞാൻ പിന്നെ സ്റ്റിച്ചും കൂടി ചെയ്യുന്നത് കൊണ്ട് ഇത് ഞാൻ ബോയിലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്റ്റിച്ചും കൂടി ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഞാൻ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബോയിലും കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ 2 ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഗോൾഡ് കളറും സിൽവർ കളറും.
പിന്നീട് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്തൻ ബീഡാണ് കേട്ടോ. കുന്തൻ ബീഡിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണത്. ഇത് ഒരു ത്രികോണത്തിലാണത് ഉള്ളത്. അപ്പം ഇത് പലതരത്തിലുള്ള ആക്സസറി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇത് പൂക്കളായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പലതരത്തിൽ മാറ്റി ഒന്നിച്ചൊട്ടിച്ച് കൊടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ കുറച്ചധികം വേണ്ടി വരും, അതാണ്. ഇതും നമുക്ക് 20 രൂപ 30 രൂപ റേറ്റിലെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ആക്സസറിയാണിത് കേട്ടോ. ബ്ലാക്കിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മറ്റേതിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവുമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് പൂ തന്നെയാണ്. പല കളറിലുള്ള പൂവാണിതും. 2 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരെണ്ണത്തിന് 2 രൂപ വെച്ച്. അത് ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് എന്താ വാങ്ങിയത് ഞാൻ. ഇതും കൂടുതലും ക്ലോത്തിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പിന്നെ ബോയിൽ ചിലരൊക്കെ ബോയിൽ ഇത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വാങ്ങിയതാണിത്. നമ്മുടെ എൻഡിങ് ടേപ്പാണ് കേട്ടോ. ബോയിൽ ഒട്ടിക്കുന്ന എൻഡിങ് ടേപ്പാണ്. എല്ലാം മീറ്റർ കണക്കിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഞാനിതിൻ്റെ 2 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ഫ്രെയിമാണ്, ബോയുടെ ഫ്രെയിമാണ്. ഇത് ഒരെണ്ണത്തിന് 8 രൂപ വച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാനതിൻ്റെ ഒരു 7 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ സിൽവർ കളറിലുള്ള 3 എണ്ണവും കൂടി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് ഞാൻ ഓർത്തത് അത് വാങ്ങണ്ടായിരുന്നു, മറ്റേത് തന്നെയായിരുന്നു നല്ലത്. ഇതിന് റേറ്റും കൂടുതലാണ്, 10 രൂപയാണ്. അപ്പോൾ ഇതിൽ നമുക്കിനി ചുറ്റവും വേണം എന്തെങ്കിലും, അല്ലെങ്കിൽ മുത്തുകളൊക്കെ വെച്ചിട്ട് കമ്പി വെച്ച് വളച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എലാസ്റ്റിക് വാങ്ങിയിട്ടുണ്ട്. 2 സൈസാണ്. ഞാൻ സ്ക്രഞ്ചീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയറിൽ വയ്ക്കുന്ന ഹെയർ ബോ ഉണ്ടല്ലോ കൊച്ചുകുട്ടികളുടെ എലാസ്റ്റിക്കിൻ്റെ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. ഇതിൻ്റെ 2 ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ പൂവ് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു പൂവിന് 20 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണമൊക്കെ നമുക്ക് ഒരു ബോയിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം. അപ്പം നമുക്ക് അഫോർഡബിളായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. പിന്നീട് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഗ്ലൂ ആണ് കേട്ടോ, ഫാബ്രിക് ഗ്ലൂ ആണ്. പിന്നെ ഞാൻ B7000 ഗ്ലൂവും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, ഓർത്തില്ലായിരുന്നു അപ്പോൾ. പിന്നെ 70 രൂപയ്ക്ക് 20 പീസ് നൂല് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അവിടെ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ നൂലെല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതും വാങ്ങി. പിന്നെ എൻ്റെ ചോക്കും തീർന്നിരുന്നു, അപ്പോൾ അത് ഞാൻ വാങ്ങിയിരുന്നു. അത് പക്ഷേ ഞാൻ ചോക്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. ഇത് വേറൊരു ടൈപ്പ് കുന്തൻ ബീഡാണ്. കുറച്ച് ഒരു മോര് കളർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു മഞ്ഞയും അല്ല പച്ചയും അല്ലാത്ത ഒരു ടൈപ്പ് ഷെയ്ഡാണിത്. പിന്നീട് കുന്തൻ ബീഡിൻ്റെ തന്നെ ചന്ദ്രക്കല മോഡൽ, നമുക്ക് താമരയൊക്കെ ചെയ്യുമ്പം ഇത് അത്യാവശ്യം നല്ലോണം പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ പച്ചയാണ് കൂടുതലെല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് വെച്ചിട്ടൊരു താമര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. നേരത്തെ കാണിച്ച ആ മഞ്ഞയില്ലേ, അതും ഇതും ചേർത്തിട്ട് ഞാൻ എൻ്റെ താമര ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല. പക്ഷേ ആ പച്ചയും റോസും ചെയ്യുമ്പോൾ ഉള്ളൊരു പെർഫെക്ഷനും ഭംഗിയൊന്നും ഇതിനില്ല കേട്ടോ. എന്നാലും നമുക്ക് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് നോക്കാനൊക്കെ നല്ലതാണ്. എല്ലാം ഗ്രാമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതും 20 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് വേറൊരു ടൈപ്പ് കുന്തൻ ബീഡാണ്. ഒരു എന്താ പറയുക, കുറച്ച് വളഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. വളഞ്ഞിട്ടുള്ളതല്ല, ഒരു വൈറ്റ് കളറാണ്. അത് ഞാൻ വിചാരിച്ചത് കറുപ്പാണെന്നാണ്, പക്ഷെ അല്ല, ഇതിൻ്റെ കളർ വൈറ്റാണ് കേട്ടോ. ഇത് ഞാൻ തിരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. വൈറ്റ് കളറാണ് ഇതിൻ്റെ. ഇത് വെച്ചിട്ട് ഞാനൊരു ടുലിപ്പിൻ്റെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ. വലിയ കുഴപ്പമില്ല. പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ഭംഗി നമുക്കതിൽ തോന്നിയില്ല.
ടുലിപ്പിൻ്റെ ഫ്ലവർ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. കണ്ടില്ലേ, ഇത് വൈറ്റാണ് കണ്ടോ. ഞാൻ നേരത്തെ തിരിച്ചാണ് കാണിച്ചിട്ടുള്ളത്, ഇത് വൈറ്റ് ഷെയ്ഡാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് സൂം ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, റെയർ പീസാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹെയർ ആക്സസറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊരു 50 റുപ്പീസിന് കൊടുക്കാനേ പറ്റുള്ളൂ. അത്യാവശ്യം റേറ്റ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഞാൻ പൂ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു പെയറായിട്ടാണ് വരുന്നത്. 15 രൂപയാണ് ഒരെണ്ണത്തിന്. ഒരു പെയറിന് 15 രൂപ വെച്ചാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഹെയർ ബോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം. അപ്പോൾ നമ്മളതിനകത്ത് ഗോൾഡൻ ബീഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.